ഇന്ന് മനുഷ്യൻ്റെ പ്രശ്നം, മനുഷ്യരാരും ചെറുതാകാൻ ഇഷ്ടമില്ല. എല്ലാവർക്കും എന്താകണം? വലുതാകണം. കൊച്ചു വീട്ടിൽ താമസിക്കുന്നവർക്ക് എന്ത് വേണം? വലിയ വീട് വേണം. കൊച്ചു കാറുള്ളവർക്ക് വലിയ കാറ് വേണം, വലിയ കാറ് വേണം, വലിയ വീട് വേണം. എല്ലാം വലുതുകളുടെ ലോകത്തേക്ക് പോവുകയാണ്. പക്ഷെ വലുതുകളുടെ ലോകത്തേക്ക് പോകുന്നവരെ ഒരു കൗണ്ടർ കൾച്ചർ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തുവിൽ. ദൈവം ആരായി? ചെറുതായി. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. അതുകൊണ്ട് ആരെ നോക്കണം? യേശുവിനെ നോക്കണം. വല്ലാതെ ജീവിതത്തിൻ്റെ വലിപ്പം കൂട്ടുവാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ആരെ കൂടെ നോക്കണം? യേശുവിനെ. അതുകൊണ്ട് നല്ലൊരു വീട് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല, നല്ലൊരു കാറ് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതെല്ലാം അവനവൻ്റെ കൺവീനിയൻസാണ്. എന്ന് പറഞ്ഞാൽ ആവശ്യമാണ്. ചെറുക്ക് 5-6 മക്കളുണ്ടെങ്കിൽ അവർക്ക് വലിയ മുറികൾ വേണം. ഒത്തിരി യാത്ര ചെയ്യുന്നവർ അവർക്ക് നല്ലൊരു കാറ് വേണം. പക്ഷെ ഇതെല്ലാം നീഡ് ബേസ് ആയിരിക്കണം. പക്ഷെ വലുതാകാൻ വേണ്ടി മാത്രം നോക്കരുത്. ദൈവം നമുക്ക് വേണ്ടി എന്തായി? ചെറുതായി. ഹല്ലേലൂയ പറയാമോ? ദൈവം നമുക്ക് വേണ്ടി ചെറുതായി. ചെറുതായ ക്രിസ്തു 12 വയസ്സ് വരെ മാതാപിതാക്കളോട് ഇങ്ങനെ നിൽക്കുമ്പോൾ യേശുവിനെ നമ്മൾ പിന്നെ കാണുന്നത് എത്രാമത്തെ വയസ്സിലാണ്? 12ാമത്തെ വയസ്സിൽ. ഉറക്കെ പറഞ്ഞ് എത്രാമത്തെ വയസ്സിൽ? 12ാമത്തെ വയസ്സിൽ യേശു കർത്താവ് എവിടെ ഇരിക്കുന്നു? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നു. ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നു. അപ്പം കർത്താവ് പറയുകയാണ്, വലിയ വലിയ കാര്യങ്ങൾ അവർ അത്ഭുതപ്പെടുകയാണ്. ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നു. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. അതാണ് നമ്മുടെ തീം. ആരെ നോക്കണം? യേശുവിനെ. എവിടെ ഇരിക്കുന്നു? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ. പ്രായം 12. എന്തെടുക്കുക? ഉപദേശങ്ങളൊക്കെ പറയുകയാണ്. വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട്, വേദപുസ്തകത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് 12 കാഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നോക്കണം. ആരെ? യേശുവിനെ. യേശുവിനെ. 12 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ടീനേജ് തുടങ്ങുകയാണ്. 12, 13, 14, 15 ടീനേജാണ്. ടീനേജ് തുടങ്ങുന്ന പ്രായത്തിൽ ഇന്ന് സത്യത്തിൽ ടീനേജ് ഇല്ല എന്നാണ് പറയുക. ടീനേജ് ഇല്ല. വി ഡോണ്ട് ഹാവ് ടീനേജേഴ്സ്. നമുക്ക് ഒരൊറ്റ ഏജേഴ്സേ ഉള്ളൂ. സ്ക്രീനേജാണ്. വി ഡോണ്ട് ഹാവ് ടീനേജേഴ്സ്. ടീനേജ് എന്നൊക്കെ പറഞ്ഞ് കൗമാരം എല്ലാം നഷ്ടപ്പെടുകയാണ്. ഇന്ന് ഒറ്റ ഏജേ ഉള്ളൂ. എന്താ? സ്ക്രീനേജാണ്. എല്ലാ 12 കാര്യം എന്തിൻ്റെ മുമ്പിലായിരിക്കും? സ്ക്രീനിൻ്റെ മുമ്പിലാണ്. ഒന്ന് മൊബൈല്, അല്ലെങ്കിൽ ഫോണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പ്, അല്ലെങ്കിൽ ഐപാഡ്, എന്തിൻ്റെയെങ്കിലും മുമ്പിലാണ്. ഇവരൊരിക്കലും നേരെ നോക്കില്ല. അതുകൊണ്ടാണ് ആരോ പറയുന്നുണ്ട്, അത് കൃത്യമായിരിക്കും, കുറച്ചും ഏത് അവയവം ഉപയോഗിക്കാതിരിക്കുന്നു അതിൻ്റെ എന്ത് നഷ്ടപ്പെടും? ബലം നഷ്ടപ്പെടും. അങ്ങനെയാണ് ഈ പരിണാമമൊക്കെ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെടലി ഇങ്ങനെ കുനിഞ്ഞ് കുറേ നാളിരിക്കുമ്പോൾ മലയാളിക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു അസുഖമുണ്ട്. ഒടിയൻ എന്ന് പറയുന്നൊരു അസുഖമാണ്. സകല മലയാളിയും കുറച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും? പെടലി ഒടിഞ്ഞവരായിട്ടിരിക്കും. അവിടെ പെടലി നേരെ നിൽക്കത്തില്ല. ഈ കശേരികൾക്ക് പ്രശ്നമുണ്ടാകും, ഉറപ്പാണ്. അത് നിരന്തരമായിട്ട് കുനിഞ്ഞിരിക്കുമ്പോൾ അത് കുനിഞ്ഞുകൊണ്ടേയിരിക്കും. സ്ക്രീനേജാണ്. സ്ക്രീനേജ് തലമുറ കാണണം യേശുവിനെ. 12ാമത്തെ വയസ്സിൽ വചനമൊക്കെ വായിച്ച് ഉപദേഷ്ടാക്കന്മാരുടെ നടുവിരിക്കുന്ന യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. 12ാമത്തെ വയസ്സിൽ യേശു കർത്താവ് ഉപദേശത്തിന് മറ്റ മനുഷ്യനാണ്. യേശു കർത്താവ് ജഡാവതാരം എടുത്തു. മനുഷ്യനാണ്. 100% മനുഷ്യൻ, 100% ദൈവം. ആ മനുഷ്യത്വത്തിലാണ് ഇത് ചെയ്യുന്നത്. മനുഷ്യത്വത്തിൽ യേശു കർത്താവ് എവിടെ ഇരിക്കുന്നു? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളായ മക്കളെ, 12 വയസ്സിൽ യേശു കർത്താവ് ഇങ്ങനെ ഇരിക്കുകയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ ഇന്നലെ കണ്ടപ്പം പറഞ്ഞു, എനിക്ക് അത്ഭുതം തോന്നുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് ബൈബിൾ 2 വട്ടം വായിച്ചു തീർത്തു. 12 വയസ്സുള്ള കുഞ്ഞ്, 18 വയസ്സുള്ള കുഞ്ഞ് ഇരിക്കുകയാണ്. നോക്കണേ, കർത്താവിനെ നോക്കണം. കർത്താവിനെ നോക്കണം. നോക്കാനൊരിടമുണ്ട്. ആരെ? യേശുവിനെ. യേശുവിനെ ശ്രദ്ധിച്ചിങ്ങനെ നോക്കണം. ആരെ നോക്കണം? യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ അപ്പോസ്തലനും നാം ഏറ്റുപറയുന്ന സ്വീകരിക്കുന്ന മഹാപുരോഹിതനുമായ ആരെ നോക്കുക? യേശുവിനെ നോക്കുക. 12ാമത്തെ വയസ്സിൽ യേശു കർത്താവ് ഇരിക്കുന്ന ഇരിപ്പിടം കണ്ടോ? കണ്ടോ? യേശുവിനെ നോക്കുക. കുഞ്ഞുങ്ങളെ, യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുക. ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ന്യായപ്രമാണം നോക്കിക്കൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യേശു. എത്രയോ സന്തോഷമായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ബൈബിള് വായിക്കുന്നത് കാണാൻ. കുഞ്ഞുങ്ങളെ, യേശുവിനെ നോക്കുന്നവർ യേശുവിനെ കുറിച്ച് അറിയാനുള്ള ബൈബിള് വായിക്കും. ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ ഇഷ്ടമുണ്ട്. എങ്ങനെ? വേദപുസ്തകത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന, അത് തന്നെ ആരും കമ്പൽ ചെയ്യാതെ വായിക്കുന്ന ചില കുഞ്ഞുങ്ങളെ ഈ തലമുറയിൽ കാണാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം കര ഉയർത്തി പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് ഗൗരവമായിട്ട് പ്രാർത്ഥിച്ച് കർത്താവെ, വേദപുസ്തകം വായിക്കണം. അത് പാട്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. പഠനം, വർഷിപ്പ് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. വർഷിപ്പ് ചെയ്യണം. വേദപുസ്തകം വായിക്കണം. വേദപുസ്തകം വായിക്കണം.
വേദപുസ്തകം വായിച്ചാലേ ഒഴുകിപ്പോകാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് വേദപുസ്തകം വായിക്കുന്ന 12കാരൻ, തോറ വായിക്കുന്ന 12കാരൻ, ഹല്ലേലൂയ ഹല്ലേലൂയ. പിന്നെ 12 കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്ന എത്രാമത്തെ വയസ്സിലാണ്? 30-ാമത്തെ വയസ്സിലാണ്. 30-ാമത്തെ വയസ്സിൽ യേശു കർത്താവ് സ്നാനമേൽക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ 12-നും 30-നും ഇടയ്ക്കുള്ള പ്രായത്തിൽ എവിടെയായിരുന്നു? ഇന്ത്യക്കാരോ ഒരു ചിന്ത കൊണ്ടുവന്നു, യോഗ പഠിച്ചെന്നും ഇന്ത്യ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അടിസ്ഥാനപരമായി യാതൊരു സത്യങ്ങളുമില്ലാത്ത വെറുതെയുള്ള ഹൈപ്പോത്തിസിസ് എന്നൊക്കെയുള്ളൂ. അതൊക്കെ അന്നേരം തന്നെ തള്ളിപ്പോകുന്ന കാര്യങ്ങളാണ്. യേശു കർത്താവ് എവിടെ ആയിരുന്നു? യേശു കർത്താവിനെ പറ്റി വിശ്വസിക്കപ്പെടുന്നത് താൻ അധ്വാനിക്കുകയായിരുന്നു. കാരണം അധ്വാനത്തിന് മഹത്വം പറഞ്ഞ ക്രിസ്തു ഇവൻ ആ തച്ചൻ്റെ മകനല്ലയോ? തൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അത് കഴിഞ്ഞ് അധ്വാനിക്കുകയാണ്. അധ്വാനത്തിൻ്റെ മഹത്വം വീണ്ടെടുത്തത് ആരാ? യേശുവാണ്. വളരെ ഗംഭീരമായിട്ട് കാണണം. ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ഈ പുതുതലമുറയ്ക്കെന്നല്ല, ഇന്ന് കാലഘട്ടത്തിൽ വരുന്ന വലിയൊരു വ്യത്യാസമുണ്ട്. ജോലി ചെയ്യാൻ മടിയാ. ഇവിടെ ജോലി ചെയ്യാത്തവർ കാനഡയിൽ പോയി ജോലി ചെയ്യും, പക്ഷെ ഇവിടെ എന്ത് ചെയ്യത്തില്ല? ജോലി ചെയ്യത്തില്ല. UK പോയി ജോലി ചെയ്യും. ജോലി ചെയ്യണം. ജോലി ചെയ്യുന്നത് മോശമല്ല, ആണോ? അല്ല. അധ്വാനത്തിന്റെ മഹത്വം ഉയർത്തിയത് ആരാ? യേശുവാണ്. അധ്വാനത്തിന്റെ മഹത്വം ഉയർത്തി. ബ്രെഡ് ഫോർ ലേബർ, മഹാത്മാഗാന്ധി പറഞ്ഞ ഏറ്റവും വലിയ ഗാന്ധിയൻ ഫിലോസഫിയുടെ ബേസിക് ആയിട്ടുള്ളൊരു തിയറിയാണ്. അധ്വാനിക്കാത്തവന് കഴിക്കാൻ അവകാശമില്ല. എവിടെ നിന്ന് കിട്ടിയതാ? വേദപുസ്തകമാണ്. പൗലോസും പറയുന്നുണ്ട്, കൈകൊണ്ട് എന്ത് ചെയ്യണം? വേല ചെയ്യണം. അതുകൊണ്ട് 12 വയസ്സ് കഴിഞ്ഞ യേശുവിനെ 30-ാമത്തെ വയസ്സിൽ കാണുമ്പോൾ യേശു കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. അതുകൊണ്ടാണ് യേശു കർത്താവിനെ അറിയുന്നത്. ഹി വാസ് എ മാൻസ് ബിഫോർ കാറൽ മാക്സ് വാസ് ബോൺ. കാറൽ മാക്സ് ഉണ്ടാകുന്നതിന് മുമ്പ് അധ്വാനവർഗ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ. മൈദിന റാലി നടക്കുന്നതിന് മുമ്പ് അഖിൽ ലോക തൊഴിലാളികളെ സംഘടിക്കുമെന്ന് പറയുന്നതിന് മുമ്പ് 2000 വർഷം മുമ്പുണ്ട് യേശു കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. എന്തുകൊണ്ടാ? അധ്വാനത്തിന്റെ മഹത്വം വീണ്ടെടുത്തവർ യേശു. അധ്വാനത്തിന്റെ മഹത്വം വീണ്ടെടുക്കുക. ജോലി ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചത് ആരാ? യേശു കർത്താവ്. ഇന്ന് പലർക്കും ജോലി ചെയ്യാൻ ഇഷ്ടമില്ല. 12-17 വയസ്സിലൊക്കെ ചുമ്മാ അത് കറങ്ങാണ്. ഒരു കാര്യമില്ലാതെ കറങ്ങി പെട്രോൾ അടിച്ച് തീർക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും പഠിക്കണം. ആരെ നോക്കി? യേശുവിനെ നോക്കി. എന്തിനേറെ പറയുന്നു? എന്നോടൊരു ദൈവദാസൻ പറഞ്ഞു, 2-3 കാര്യങ്ങൾ എവിടെ പോയാലും പറയണം പാസ്റ്ററെ. എഴുന്നേറ്റ് പോകുമ്പോൾ ആ ബെഡ്ഷീറ്റ് ഒന്ന് മടക്കിയിട്ടിട്ട് പോകണം. എഴുന്നേറ്റ് പോകുമ്പോൾ ആ ബെഡ്ഷീറ്റ് ഒന്ന് എന്ത് ചെയ്യണം? മടക്കിയിടണം. ഒരു മുറിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയായിരുന്നു, എടാ മക്കളെ എപ്പോഴും പുറകിൽ കൈ വേണം. പുറകിൽ കൈ വേണം. എന്തിനാ? പുറകിൽ കൈ വേണം. എല്ലാവരും ഒന്ന് പറഞ്ഞ്, എവിടെ കൈ വേണം? പുറകിൽ കൈ വേണം. എന്തിനാ? ഞാൻ സാരോപദേശം പറയാൻ നിൽക്കുകയല്ല, അങ്ങനെ കാണുകയും ചെയ്യരുത്. പുറകിൽ കൈ വേണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറങ്ങി പോകുമ്പോൾ എന്തോ ഓഫ് ചെയ്യണം? സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോകണം. ഒരു ഹോളിൽ നിന്ന് ഇറങ്ങി പോയാൽ എന്ത് ചെയ്യണം? സ്വിച്ച് ഓഫ് ചെയ്യണം. ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എന്തോ ഓഫ് ചെയ്യണം? സ്വിച്ച് ഓഫ് ചെയ്യണം. സ്വിച്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു കഥ? ഒരു മനുഷ്യൻ ഇൻ്റർവ്യൂവിന് പോകാൻ ഇരിക്കുകയാണ്. ഇപ്പോൾ വലിയ ഒരാളുണ്ട്, അതിൻ്റെ മുമ്പിൽ ഇവരിരിക്കുക. അത്രയൊന്നുമില്ല. അവരെല്ലാം പോയിട്ട് ഇറങ്ങി വന്നു. അവിടുന്ന് ഓരോരുത്തരായിട്ട് പോകുമ്പോൾ ഒരു മനുഷ്യനെ മാത്രം അത് സെലക്ട് ചെയ്ത് ഇവർ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇറങ്ങിപ്പോവാണ് ആ ലോഞ്ചിൽ ഇരുന്നിട്ട്. എല്ലാവരും ഇറങ്ങിപ്പോയപ്പോൾ ഒറ്റ ആൾ മാത്രം ഇറങ്ങിപ്പോയപ്പോൾ ലോഞ്ചിലെ ഫാനെല്ലാം ഓഫ് ചെയ്തിട്ട് പോയി. അവനെ അവർ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ജോലിക്ക് എടുത്തോളാം. എന്നാ കാര്യം ചോദിച്ചപ്പോൾ ഇൻ്റർവ്യൂവിലൊന്നും സക്സസ് ആയില്ലെങ്കിലും അവരകത്തും നോക്കിയപ്പോൾ കമ്പനിക്ക് നഷ്ടം വരുത്തത്തില്ല. കമ്പനിക്ക് നഷ്ടം ചെറിയൊരു കാര്യമാണ്. ഒരു സ്വിച്ച് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്യാൻ പോലും മടിക്കുന്നവർ ഓർക്കണം, ആരെ നോക്കണം? യേശുവിനെ. അപ്പച്ചൻ എപ്പോഴും പറയുന്ന ഒരു കഥ, ഒരു തമാശ ഉണ്ടായിരുന്നു. പ്ലാവലയിലാണ് അന്ന് കഞ്ഞി കുടിക്കുക. നല്ല രസമാണ്. കഞ്ഞി കുടിച്ചിട്ട് സ്പൂണിലല്ല, പ്ലാവല കുത്തി എന്തോ ചെയ്യും? കഞ്ഞി കുടിക്കും. പ്ലാവല കുത്തി കഞ്ഞി കുടിച്ചിട്ട് എന്തെങ്കിലും ഓർമ്മയുള്ളവരുണ്ടോ ഒന്ന് കൈവെക്കാവും? ഇല്ലെങ്കിൽ ചുമ്മാ അതിനെ കുത്തി കുടിക്കണം. പ്ലാവല കഴുകിയിട്ട് അതിങ്ങനെ കുത്തി ഒരു ഇറുക്കിൽ കുത്തിയിട്ട് കഞ്ഞി കുടിക്കണം. നല്ല രസമാണ്. ചൂട് കഞ്ഞി പ്ലാവലയ്ക്കകത്ത് കുത്തി കുടിക്കണം. അപ്പം തൊമ്മനോട് അമ്മ പറയാണ്, പ്ലാവല എടുത്തൊമ്മ കഞ്ഞി കുടിക്കാൻ വരാൻ. പ്ലാവല എടുത്തോണ്ട്. അപ്പം തൊമ്മൻ പറഞ്ഞു, അത് സൊള്ളാതെ എൻ്റെ അമ്മ. കഞ്ഞി കുടി തൊമ്മ, അത് സൊള്ള എൻ്റെ അമ്മ. പ്ലാവല എടു, അതെന്ത് ചെയ്യരുത്? ചൊല്ലണ്ട. പക്ഷെ കഞ്ഞി കുടിക്ക്, അതെന്ത് ചെയ്യാം? ചൊല്ലാം. അപ്പം അധ്വാനത്തിന്റെ മഹത്വം വീണ്ടെടുത്ത, ജോലി ചെയ്യുന്നത് തെറ്റല്ലെന്ന് പഠിപ്പിച്ച ഒരു ഗുരുവുണ്ട്. അത് ക്രിസ്തുവാണ്. നോക്കണം, ശ്രദ്ധിച്ച് നോക്കണം. അധ്വാനത്തിന്റെ മഹത്വം. പ്രിയപ്പെട്ട മക്കളെ, ഏത് ജോലിയും തെറ്റല്ല. ഏത് ജോലിയും തെറ്റല്ല. ഏതൊരു ഹോളിൽ ചെന്നാലും ഒക്കുമെങ്കിൽ ശനിയാഴ്ചകളിൽ പോയി അവിടുത്തെ വാഷ്റൂം കഴുകണം, റെസ്റ്റ് റൂംസ് കഴുകണം,
റെസ്റ്റ് റൂം കഴുകുന്നത് അവിടുത്തെ ഏറ്റവും പാവം പിടിച്ചവൻ്റെ ജോലിയല്ല. ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും എല്ലാം വന്നിട്ട് റെസ്റ്റ് റൂം കഴുകുന്നത്. എനിക്കറിയാവുന്നൊരു കെമിക്കൽ എഞ്ചിനീയർ ഒരിടത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇന്നത് പൂർണ്ണസമയ സുവിശേഷകര്. അദ്ദേഹം ഇപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഏത് ക്യാമ്പിൽ പോയാലും ഏത് സമയം പോയാലും അവിടുത്തെ വാഷ്റൂം കയറി നോക്കിയിട്ട് പുള്ളി അതങ്ങ് കഴുകി വൃത്തിയാക്കും. അപ്പോൾ അദ്ദേഹം പറയും, ഗ്ലൗസൊക്കെ ഇട്ട് പുള്ളി അത് കഴുകി വൃത്തിയാക്കുമ്പോൾ ആൾക്കാർ പറയും, ഇവൻ കഴുകിയാൽ അവനാ കഴുകിയെന്ന് അറിയാം. അത്ര വൃത്തിയായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെയൊക്കെ ഉയർത്തി മാനിച്ചു. മറക്കരുത്, അധ്വാനത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കി തന്ന ഒരു ഗുരുവുണ്ട്, യേശു. ആരെ നോക്കണം? യേശുവിനെ. ജോലി ചെയ്യാൻ മടിയുള്ളവരെല്ലാം ആരെ നോക്കുക? യേശുവിനെ നോക്കുക. മക്കളെ, അമ്മയൊന്ന് സഹായിക്കാൻ എന്തൊരു സന്തോഷമുള്ള ഒരു കാര്യം, അമ്മയെ സഹായിക്കുക. കൊച്ചു മക്കളൊക്കെ അമ്മയ്ക്കത് നിങ്ങൾക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ? അവർ വേണ്ട എന്ന് പറഞ്ഞാലും കൊച്ചു പിള്ളേരിങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ ചൂലെടുക്കുന്നത് കാണുമ്പോൾ പെങ്കുഞ്ഞൊരു വലിയ ചൂലും എടുത്തുകൊണ്ട് വരുമ്പോൾ കൊച്ചിപ്പം ചെയ്യണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു സന്തോഷമാണ്. കൊച്ചാരെ സഹായിക്കുക? അമ്മയെ സഹായിക്കുക. കൊച്ചു വന്നിട്ടൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് ഇങ്ങനെ കറികരിക്കാൻ തുടങ്ങുമ്പോൾ കൈ മുറിക്കുന്നത് കൊണ്ട് നമ്മൾ സമ്മതിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിലൊരു സന്തോഷമുണ്ട്, കൊച്ചൻ എന്ത് ചെയ്യല്ലോ ചെയ്തല്ലോ. ആ കുഞ്ഞുങ്ങളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അമ്മയ്ക്ക് ചെയ്തു കൊടുത്താൽ, അമ്മയുടെ കൂടെ നിന്നാലോ, ഒന്ന് പാത്രം എടുത്തു വെച്ചാ, ആ കഴിച്ച പാത്രം തിരിച്ചൊന്ന് കൊണ്ടുവച്ചാ, അതൊന്ന് കഴുകിയ എന്തോ പറ്റുന്നേ പറയുന്നേ. അധ്വാനത്തിന്റെ മഹത്വം, ജോലിയുടെ മഹത്വം വീണ്ടെടുത്ത് തന്ന ഒരു ഗുരു ആരാ? യേശു. ഒന്ന് സ്തോത്രം ചെയ്തേ. യേശു. കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കുന്നത് മോശമാണോ? അല്ല. കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കുന്നത് മോശമല്ല. അതൊന്നും ഒരു മോശമല്ല. ഇതെല്ലാം ശരിയാണെന്ന് പഠിപ്പിച്ച ഒരു ഗുരുവുണ്ട്. ജോലിയുടെ മഹത്വം അതാരാണ്? യേശുവാണ്. സ്തോത്രം ചെയ്തേ, സ്തോത്രം ചെയ്തേ. ജോലി ചെയ്യണം, നല്ലപോലെ കഷ്ടപ്പെടണം. കഷ്ടപ്പെടുന്നത് തെറ്റല്ല. അതിന് ഒരാളെ നോക്കിയാൽ മതി. മടിയന്മാരേ, ആരെ നോക്കുക? യേശു. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ കൈകെട്ടി കിടക്കുക, ഉറങ്ങി 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 ജീവിതം തീർക്കാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം ആരെ നോക്കണം? യേശുവിനെ നോക്കണം. അപ്പൊ യേശുവിനെ നോക്കുക. 3, യേശുവിനെ നോക്കിയാൽ എന്തെല്ലാം കാണാം? അയ്യോ, യേശുവിനെ നോക്കിയാൽ എല്ലാം കാണാം. യേശുവിനെ മാത്രം നോക്കിയാൽ മതി. ഒരു മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ പുറകെ പോകണ്ട. ഒരു മോട്ടിവേഷൻ സ്പീച്ച് കേട്ടില്ലെങ്കിലും ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. ഇന്ന് എവിടെയൊക്കെയോ ബന്ധങ്ങളൊക്കെ അകലുകയാണ്. അപ്പനും മക്കളും തമ്മിലുള്ള, അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ അകലുന്നു. ഇവിടെ ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ഒരു കുഞ്ഞൊരിടത്തുണ്ടായിരുന്നു. ആ കുഞ്ഞ് ഒറ്റ മോനെ ഉള്ളായിരുന്നു. ഒറ്റ മോന്. ഒരു മോനും മാത്രമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഞാനൊരു മോനെ ഉള്ളായിരുന്നു, എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു. എന്നാലും ഒറ്റ മോൻ മാത്രമുള്ളവരുന്ന് കൈപൊക്കിക്കേ. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഒരു മോൻ മാത്രമുള്ള ഒരു മോൻ ഒരിടത്തുണ്ടായിരുന്നു. ആ മോന് കുറേ നാളത്തേക്കും ദൂരത്തേക്ക് പോകേണ്ട വന്നു. പക്ഷേ ഈ മോനൊരു കാര്യം ചെയ്യായിരുന്നു. എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും രാത്രിയിൽ അങ്ങ് വീട്ടിൽ പോകും. എന്നിട്ട് 2 പേരും കൂടി ഇരുന്ന് മണിക്കൂറുകൾ വർത്താനം പറയും. ആരെ? അപ്പനും മോനും കൂടെ. ആ മോൻ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ മോൻ ഏകജാതനായ യേശു എന്ന മോനാണ്. എന്ന് സന്ധ്യയാകുമ്പോൾ ഈ യേശുവിനെ കാണത്തില്ല. പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ പുരുഷാരത്തിന്റെ ഇടയിൽ നിന്ന് സ്കൂട്ടാകും. ആര്? യേശു. യേശുവിനെ സ്കൂട്ടായി പോയി. യേശു എങ്ങോട്ട് പോയി? യേശു മലയുടെ മുകളിൽ പോയി. ആരോട് സംസാരിക്കാൻ? പിതാവിനോട് സംസാരിക്കാൻ. രാത്രി മുഴുവൻ ഇവരിന്ന് വർത്താനം പറയുക. രാത്രി മുഴുവൻ യേശുവും പിതാവും കൂടി ഇരുന്ന് എന്ത് ചെയ്യുക? വർത്താനം പറയുക. ഇന്ന് പല മക്കളും വീട്ടിലോട്ട് വന്ന കാരണം പോലെ അവിടെ ഇരിക്കും. എന്താ കൊണ്ടാ? ഒന്നുമില്ല. ഒറ്റ പോക്കാണ്. പിന്നെ അവൻ പോയി അവന്റെ മുറിക്കകത്തിരിക്കാം. കല്യാണം കഴിക്കാത്തവനാണെങ്കിൽ അവന്റെ ഫോണിനകത്തിരിക്കും. കല്യാണം കഴിച്ചവരാണെങ്കിൽ അവന്റെ ഭാര്യയുടെ കൂടി ഇരിക്കും. ഈ കാരണം ഇങ്ങനെ ഇരിക്കുക. രണ്ടും കൂടെ ഇറങ്ങി ഒരു പോക്കുണ്ട്. തിരിച്ചു പോകുമ്പോ പോവാന്ന് ഒറ്റ പോക്ക. നല്ല വാക്ക് പോവാന്ന് പോലും പറയാതെ പോകുമ്പോ എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് മിണ്ടിയ എന്താ പറ്റും? അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. തിരുവായി മൊഴിയുന്നോന്ന് അറിയാൻ. തിരുവായി മൊഴിയുന്നോന്ന് അറിയാൻ. ഒരു കുഞ്ഞാണെങ്കിൽ മേളിൽ നിന്ന് ഇറങ്ങി വരത്തേ ഇല്ല. അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ആ കുഞ്ഞ് ഈ അപ്സ്റ്റെയറിന്റെ ആ നടുക്കത്ത് വന്ന ഗ്രില്ല ഇങ്ങനെ പേര് എന്തുകൊണ്ട് വിളിച്ചപ്പം കൊച്ചെന്ന് വിളിച്ചപ്പോൾ എന്നാന്ന് ചോദിച്ചോണ്ട് വന്ന് അവിടോട്ട് നിന്നപ്പോ അമ്മ പറയുകയാണ്, ഒന്നുമില്ല, ദർശനം കിട്ടാൻ വേണ്ടിയാണ്, ദർശനം കാണാൻ വേണ്ടിയാണ്. നമസ്കാരമുണ്ട്. കാരണം മുഖം കാണിക്കത്തില്ല, അവർ മേളിൽ ഇരിക്കുകയാണ്. അമ്മയ്ക്ക് താഴേന്ന് മേളിലോട്ട് കയറാൻ വയ്യ. ഒത്തിരി വിളിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ വന്ന എല്ലാ മക്കളും ആരെ നോക്കണം? യേശു കർത്താവിനെ നോക്കണം. രാത്രി മുഴുവൻ യേശുവും ആരും കൂടെ വർത്താനം പറയുക? അപ്പനോട് വർത്താനം പറയും. അപ്പനോട്, സ്വന്തം അപ്പനോട്. സത്യം പറഞ്ഞ ഈ പല മക്കളും കൂട്ടുകാരുടെ വർത്താനം പറയും. അവർക്കവരുടെ കാമുകന്മാരോട് മണിക്കൂറുകൾ സല്ലപിക്കും. പക്ഷെ സ്വന്തം അപ്പനോട് കുറെ നേരം വർത്താനം പറയാൻ വേറെ ആരാ ഉള്ളേ? അപ്പനോട് പോയിരുന്ന് വർത്താനം പറയാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മോനുണ്ട്. ആര്? അതുകൊണ്ട് എല്ലാ മക്കളും ഈ മോനെ നോക്കണം. ആര്? യേശുവിനെ നോക്കിയാ കുറെ. അപ്പം നിങ്ങൾ ചോദിക്കുക, എന്തോന്നാ വർത്താനം പറയാൻ അങ്ങോട്ട് ഇരുന്നാൽ
ചക്കക്കുരു പോലെ അപ്പൻ ഒത്തിരി കാര്യം പറയും. പിന്നെ നാളെ എന്ത് ചെയ്യണമെന്ന് പറയും. ഒന്നും വേണ്ട മക്കളെ, വസ്തുവിന്റെ കരമടച്ചത് എവിടെ ഇരിക്കുന്നു പറയും. നിങ്ങൾക്കിതൊന്നും അറിയത്തില്ല. അപ്പം ചത്തിട്ടൊന്നും തപ്പിയാ കിട്ടത്തുമില്ല. പലതും അവിടെയൊക്കെ കാണും. നമുക്ക് എത്ര രൂപ കിട്ടാനുണ്ടെന്നും കൊടുക്കാനുണ്ടെന്നും നമ്മുടെ ചരിത്രങ്ങളും നമ്മൾ വന്ന വഴികളും ഒക്കെ അറിയാൻ ഒറ്റയാളുടെ അടുത്ത് പോയിരിക്കണം. ആരുടെ? അപ്പന്റെ അടുക്ക പോയിരിക്കണം. അപ്പന്റെ അടുക്ക പോയിരിക്കാൻ പഠിപ്പിച്ച ഒരു കുഞ്ഞുണ്ട്. ആര്? യേശു. എല്ലാവരും നോക്കണം. ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ചുമ്മാ നോക്കിക്കേ കർത്താവിനെ. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുണർന്ന ഭക്തിയുള്ളൊരു യേശുവേ, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുണർന്ന ഭക്തിയുള്ളൊരു യേശുവേ. അപ്പൊ നോക്കൂ, യേശു കർത്താവ് രാത്രി മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുണരുകയാണ്. ആരെ നോക്കുന്നു? അപ്പനെ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ മക്കളോടും പറയട്ടെ, കാരണവന്മാരെടുക്ക പോയിരുന്ന വർത്താനം പറയണം, കാരണവന്മാരോട് സംസാരിക്കണം. ഇട്ടേച്ച് മിണ്ടാതെ പോവല്ലേ, മിണ്ടാതെ പോകരുത്, വർത്താനം പറയണം. ആ കാരണം ആ വാതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. കയറി പോകുമ്പോൾ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് പോയാൽ എന്തോ പറ്റും? തിരിച്ചു വരുമ്പോൾ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ എന്തോ പറ്റും? അതവരാഗ്രഹിക്കുന്നില്ലേ? ഉണ്ട്. നിങ്ങൾ എത്ര വലുതായാലും, നിങ്ങൾ എത്ര ഉന്നതരായാലും, നിങ്ങൾ എത്ര വലിയ നാട്ടുപ്രമാണിയായാലും ഉന്നത ഉദ്യോഗസ്ഥനായാലും അവരത് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ പഠിപ്പിച്ച ഒരാളുണ്ട്, യേശു കർത്താവ്. എനിക്ക് എൻ്റെ അപ്പനോട് കുറച്ചുകൂടെ കൃത്യമായിട്ട് വർത്താനം പറയാൻ യേശുവിനെ കാണും. അപ്പന്മാർ ജീവിച്ചിരിക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. അപ്പന്മാർ ജീവിച്ചിരിക്കുന്നവർ, അപ്പൻ, അത് നിങ്ങൾ ഏത് പ്രായത്തിലാകട്ടെ, സ്വന്തം അപ്പൻ ജീവിച്ചിരിക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. കർത്താവ്, എനിക്ക് എൻ്റെ അപ്പനോട് കുറെ നേരം വർത്താനം പറയണം എന്നാഗ്രഹിക്കുക. ഒന്ന് ഓർത്ത് നോക്കിയേ, യേശു കർത്താവ് എന്നും രാത്രി പോയി ആരെടുക്ക ഇരിക്കുക? അപ്പനെടുക്കുക. നോക്കണം. ആരെ? യേശു. ഇനി നോക്കൂ, യേശു അമ്മയെടുത്ത്. നമ്മൾ ചിലപ്പം സ്ത്രീയെ ഇരിക്കും നിനക്കും തമ്മിൽ എന്തെന്നൊക്കെ ചോദിച്ചു, അതൊന്നും ആർത്ഥത്തിലൊന്നും അല്ല. അതൊക്കെയാണ് നമ്മൾ ഗൗരവമായിട്ട് പറയുന്നത്. നമ്മൾ മറിയത്തോട് ഒരനാദരവും എനിക്കില്ല. ഞാൻ ലോകത്തില് വേദപുസ്തകത്തിലെ വനിതാരത്നങ്ങൾ ഏറെ ബഹുമാനിക്കുന്നത് മറിയത്തെയാണ്. നമുക്കൊറ്റ പ്രശ്നമേ ഉള്ളൂ, മറിയത്തെ എന്ത് ചെയ്യത്തില്ല? ആരാധിക്കത്തില്ല. അതിന്റെ അർത്ഥം എന്ത് ചെയ്യത്തില്ല എന്നല്ല, ആദരിക്കത്തില്ല. ആദരിക്കണം. ആദരിക്കപ്പെടേണ്ട മഹനീയ വ്യക്തിത്വമാണ് മറിയം. മറിയത്തിന്റെ ക്വാളിറ്റികൾ ചെറിയ ക്വാളിറ്റികളല്ല, വലിയ ക്വാളിറ്റിയാണ്. എല്ലാം പതിവ് പോലെ ആരാധനയ്ക്ക് പോകുന്ന, സഹനങ്ങളില് പരാതികൾ പറയാത്ത വലിയ ഒരു മഹത്വൻ. ഇതാ ഞാൻ കർത്താവിന്റെ അങ്ങയുടെ ദാസി, അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെന്ന് പറഞ്ഞ ദൈവകുമാരനെ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകുവാൻ തന്റെ ഉദരത്തെ വിട്ടുകൊടുത്ത ഏറ്റവും വലിയ മഹനീയ വ്യക്തിത്വമാണ് ആര്? മറിയം. ഈ മറിയം ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായെങ്കിലും ഗർഭം അത് ചെറിയൊരു കാര്യമല്ല. ഗർഭം ഒരു ചെറിയ കാര്യമല്ല. ഗർഭത്തിലെ ഏറ്റവും കൂടുതൽ വേദനകൾ ഉണ്ടെങ്കിലും മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു നൊമ്പരമാണ് എന്ത്? ഗർഭകാലാവസ്ഥ, അല്ലേ? അതിന് സുഖമുണ്ട്, വിഷമമുണ്ട്. നമുക്കൊന്നുമില്ല. ഞാൻ പലരോടും പറയാറുണ്ട്, ഒരു നല്ല വയറ് നിറഞ്ഞ് ഗ്യാസ് വന്ന് കയറിയാൽ എന്തോ ഒരു വിമിഷ്ട. നമ്മളൊരു 10 സോഡാരങ്ങ കുടിക്കും, അതിനനുസരിച്ച് ഇത് കൂടുകയും ചെയ്യും. അപ്പോഴും എന്നാലും ഒന്ന് ഗ്യാസ് നിറഞ്ഞ എന്തൊരു പാടാ. പക്ഷെ 9 മാസം നിറവേറുമായിട്ട് ആരെ കൊണ്ട് നടക്കുക? ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുക. അമ്മയ്ക്ക് അതിനകത്ത് ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിലും അമ്മയ്ക്ക് അതിനകത്ത് എന്തോ ഉണ്ട്? സന്തോഷമുണ്ട്. എന്താ കാര്യം? ഒരു കുഞ്ഞാണ്. ആ അമ്മ ആ കുഞ്ഞിനെ കൊണ്ട് നടന്നു, പൊന്നെ പൊടിയെന്ന് കൊണ്ട് നടക്കുകയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അംഗീകാരമില്ല, ജനങ്ങളുടെ മുമ്പിൽ അംഗീകാരമില്ല. നമ്മളൊക്കെ ഇന്ന് എന്താണ്, പയറ് കാണാൻ പോകുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. മറിയത്തിന് അതൊന്നും കിട്ടത്തില്ല, കാരണം ഇത് ഒഫീഷ്യൽ അല്ല. ആണോ? അല്ല. അതെല്ലാം സഹിച്ചു. ആർക്കു വേണ്ടി? കുഞ്ഞിന് വേണ്ടി. അങ്ങനെ കുഞ്ഞിന് ജന്മം കൊടുത്തു. ജന്മം കൊടുത്തത് ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ ജന്മം കൊടുത്ത അമ്മ കുഞ്ഞിനെ വളർത്തി. 33 വയസ്സിൽ ഒരു കുഞ്ഞൻ വേദനപ്പെടുകയാണ്. ഈ കുഞ്ഞ് വേദനപ്പെടുമ്പോൾ അമ്മ കുരിശിന്റെ ചുവട്ടിൽ കിടപ്പുണ്ട്. തീവ്ര മരണത്തിന്റെ വേദനയിൽ ഈ കുഞ്ഞ് താപ്പോട്ട് നോക്കിയിട്ട് അമ്മയെ കണ്ടിട്ട് പറഞ്ഞു, അമ്മ, യോഹന്നാനെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ അമ്മയെ നോക്കിക്കോണം. അതതിന്റെ അർത്ഥം. ഇതാ നിന്റെ അമ്മ. അർത്ഥം യോഹന്നാനെ ആരെ ഏൽപ്പിച്ചു? യോഹന്നാനെ ഏൽപ്പിച്ചു. ആരെ? അമ്മയെ ഏൽപ്പിച്ചു. ആ തീവ്ര വേദനയിലും അമ്മയോടുള്ള കടപ്പാട് മറക്കാത്ത ഒരു കുഞ്ഞിനെ കണ്ടോ? അതാണ് ആര്? യേശു. അമ്മയോടുള്ള കടപ്പാട് മറക്കാത്ത ചെറിയൊരു കാര്യമല്ല. അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അമ്മയോടുള്ള കടപ്പാട്. കുറെ നാൾക്ക് മുമ്പ് അമ്മ എന്ന് ഒരു നിഗൂഢമാണ്. അമ്മ എന്ന് പറയുന്നത് ഒരു നിഗൂഢമായ മർമ്മമാണ്. മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത നിഗൂഢതകൾ ഒരു മാതൃത്വത്തിനുണ്ട്. മാതൃത്വത്തിന്റെ നിഗൂഢതകൾ ചെറുതല്ല. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് റാന്നി താമസമാക്കിയ ഒരു സഹോദരന്റെ അമ്മ മരിച്ചു എന്നൊരു വാർത്ത. അമ്മ മരിച്ചു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ഒറ്റ മോനായിരുന്നു. അദ്ദേഹം വളരെ പാനിക്കായി.
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒറ്റയ്ക്ക് പോകരുതേ സഹോദരൻ, ഞാനും കൂടെ വരാം. ഞാൻ അദ്ദേഹത്തിന്റെ പാനയില് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ തമിഴ്നാട്ടിലേക്ക് പോയി, അങ്ങ് നാർക്കോവിനപ്പുറത്ത് കണ്ട്. അങ്ങനെ പോകുമ്പോൾ രാത്രി ഏറെയായി. പോകുന്ന വഴിക്കെല്ലാം കൂള് വരുന്നുണ്ട്, നീ എവിടെയായി? കാരണം അമ്മ മരിച്ചു എന്നുള്ള വാർത്ത കിട്ടിക്കൊണ്ടാ പോകുക. പക്ഷെ അത്ഭുതം, ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോ ആ വീടിന് മുമ്പിൽ പടുത കെട്ടിയിട്ടുണ്ട്, ട്യൂബ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ആൾക്കാർ നിപ്പുണ്ട്. നാട്ടുകാർ എന്ന് പറയുന്നത്, പെട്ടെന്ന് കയറടാ, നിന്നെ നോക്കി കിടക്കുക. അമ്മ പോയി. അതും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെന്നത്, നോക്കി കിടക്കുക. ചെന്നപ്പം അമ്മ ഒരു വെള്ളയൊക്കെ വിരിച്ച് കിടപ്പുണ്ട്. ചുറ്റും സഹോദരിമാരിരുന്ന് വേദോസം വായിക്കുകയും പാട്ട് പാടുകയും ചെയ്യുന്നു. മരണത്തിന് സംഭവിക്കുന്ന സകല കാര്യങ്ങൾ നടന്നിരിക്കും. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ ആ അമ്മയുടെ തൊണ്ടക്കുഴിയിൽ ഒരു അനക്കം കാണാം. അമ്മ മരിച്ചിട്ടില്ല. ഈ മോൻ അടുത്തിരുന്നു. അമ്മ 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 എന്ന് വിളിച്ചു. അമ്മ 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 എന്ന് വിളിച്ചു. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒട്ടും എക്സാറിനേഷൻ ഇല്ലാതെ പറയട്ടെ, അമ്മ ഇങ്ങനെ പിടിച്ചിട്ട് അമ്മയുടെ ചെവിയിലോട്ട് ഈ മോൻ പറഞ്ഞു, അമ്മ അപ്പനെ ഞാൻ നോക്കിക്കോളാം, പൊന്നുപോലെ നോക്കിക്കോളാം, അപ്പനെ ഞാൻ കൊണ്ടുപോയിക്കോളാം, പൊന്നുപോലെ നോക്കിക്കോളാം. പ്രിയരെ, ഇത് പറഞ്ഞപ്പോ ഈ അമ്മ കണ്ണു തുറന്ന് ഈ മോനെ നോക്കി, ഒന്ന് ചിരിച്ചു. അമ്മ മരിച്ചു. ഈ അമ്മ ആരെ ഏൽപ്പിക്കാൻ ഇരിക്കുക? അപ്പനെ ഈ മോനെ ഏൽപ്പിച്ചിട്ട് പോകാൻ നിൽക്കുക. തീവ്രവേദനയിലും മരിക്കാതെ മോനെ കാത്തു കിടക്കുന്ന അമ്മ. എന്തൊരു നിഗൂഢമായ മിസ്റ്ററിയാണ് ഇത്. ഇതുപോലൊരു മിസ്റ്ററിയാണ് ക്രൂശിൽ നടന്നത്. സ്വന്തം അമ്മയെ ശിഷ്യനെ ഒന്ന് ഏൽപ്പിക്കണം. യോഹന്നാനെ, അമ്മയെ നോക്കിയോണേ എന്ന് പറഞ്ഞിട്ട് താൻ പറഞ്ഞൊരു വാക്കുണ്ട്, ടെക്ടലസ്റ്റായി. സകലതും എന്തായി? നിവർത്തായി. അർത്ഥം, പാപപരിഹാരയാഗം അവിടെ നിവർത്തിയായി. 1. 2, സ്വന്തം അമ്മയോടുള്ള കടപ്പാട് തീർന്നു. ഈ ഭൂമിയിൽ നിന്ന് സമാധാനത്തോടെ പോകണമെങ്കിലുണ്ടല്ലോ, വിടവാങ്ങണമെങ്കിൽ അപ്പന്റെ അമ്മയോടുള്ള കടപ്പാടുകൾ തീർത്തവൻ പറയും സമാധാനത്തോടെ പോകാമെന്ന് പറയും. കടപ്പാടുകൾ തീർക്കാത്തവന്, ഞാനൊരു രാത്രിയിൽ ഒരിടത്ത് ചെന്നു. ഇതൊക്കെ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. ഇന്ന് വരെ സിഗരറ്റ് വലിക്കാത്ത ഒരു സഹോദരൻ, അദ്ദേഹം ഒരു നല്ല ഉദ്യോഗസ്ഥനാണ്. രാത്രിയിൽ പടപട സിഗരറ്റ് വലിച്ചു തള്ളുകയാണ്. അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയിൽ ഒരു അപരിചിതത്വം തോന്നിയ പ്രിയപ്പെട്ടവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് സംസാരിച്ചേക്കണേ. പടപടപടപടോന്ന് 1 by 1 ആയിട്ട് സിഗരറ്റ് വലിക്കുകയാണ്. പക്ഷെ പുള്ളി സ്മോക്കർ അല്ലായിരുന്നു. ആ രാത്രി അയാൾ സിഗരറ്റ് വലിച്ചു തള്ളുകയാണ്. ഞാൻ ചെന്നു, എന്താണ് കാര്യം? അദ്ദേഹം എന്നോട് പറഞ്ഞു, അമ്മ കിടക്കുകയായിരുന്നു. അമ്മ വയ്യാതെ കിടക്കുമ്പോ അമ്മ അങ്ങേ മുറിയിൽ, ഇവരിങ്ങേ മുറിയിൽ വാ. പക്ഷെ ഈ അമ്മ വയ്യാതെ കിടക്കുമ്പോൾ തീവ്രവേദന ഒരു കാര്യം ചെയ്യും, കൂടെ വിളിക്കും, മോനെ മോനെ. ചെല്ലുമ്പോ ഒന്നുമില്ല, അമ്മയാ. അമ്മയ്ക്ക് വയ്യ, മരണത്തിന് മുമ്പാണ് തളർന്നു പോയ അമ്മ. മോനെ മോനെ എന്ന് വിളിക്കുമ്പോ ഇയാളെ ദേഷ്യപ്പെടും. തള്ള, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അണ്ണാക്ക് തുണി മിണ്ടരുത്, ഇരിക്കെ കിടന്ന് ഉറങ്ങണ്ടേ? സത്യല്ലേ? അമ്മയ്ക്ക് എന്ത് ചെയ്യണം? അവനും എന്ത് ചെയ്യണം? ഉറങ്ങണം. രാത്രിയില് ഈ പുള്ളി അമ്മ മരിച്ചിട്ട് അടക്കം കഴിഞ്ഞ് വന്നിട്ട് കിടക്കുക. പക്ഷെ ഒരു വിളി കേൾക്കുക, മോനെ മോനെ മോനെ. എങ്ങോട്ട് തിരിഞ്ഞാലും അയാളുടെ കർണങ്ങളിൽ ഈ വിളിയേ ഉള്ളൂ. ഏതാ? മോനെ. ഒരിക്കൽ പോലും പലപ്പോഴും നല്ലതുപോലെ പ്രതികരിക്കാനൊക്കാതെ എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട ആ മറുപടി തന്നെ ഇങ്ങനെ സിഗരറ്റ് ഉറക്കമില്ലാത്തവനാക്കി, മാനസിക നില തള്ളിപ്പോയവരെ. എന്നാൽ സ്വന്തം അമ്മയെ നോക്കേണ്ട പോലെ നോക്കിയിട്ട് വന്ന് കിടന്നോ, ഒരുത്തനും വാഴച്ചെമ്പി ഇന്നുകൊണ്ട് നിങ്ങളെ കൈയാട്ടി വിളിക്കത്തില്ല. ചിലണ്ട് അമ്മയെ അത്തിട്ട് വരുമ്പോ അവിടെ അമ്മ നിൽക്കുന്നു, ഇവിടെ രൂപം നിൽക്കുന്നു. ആരാന്നറിയാമോ? ശരിക്കും നോക്കിയിട്ട് പോയോ, അവര് തിരിച്ചു വരത്തേ ഇല്ല. പ്ലാവിന്റെ ചുവട്ടി അവര് വന്ന് മാടി വിളിക്കത്തില്ല, മോനി.